എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്റ്റേറ്റിലെ യാരിയാമ്പായ് കൗൺസിലിലെ വേസ്റ്റ് മാനേജ്മെൻറ്റും അതെങ്ങനെയാണ് നടക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ കാണുന്ന ഈ വാഹനം നമ്മൾ റീസൈക്ലിംഗ് വേസ്റ്റ്, അതായത് യെല്ലോ കളറിലെ ബിന്നിലുള്ള റീസൈക്ലിംഗ് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വരുന്ന വാഹനമാണ്. അത് ഡ്യുവൽ കൺട്രോൾഡ് ക്യാബാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൽ രണ്ട് ആൾക്കാർ കാണും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് രണ്ട് പേരിരുന്നാണ്ടായിരിക്കും ആ ഒരു വാഹനം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ മെയിൻലി കളക്ട് ചെയ്യുന്നത് യെല്ലോ കളറിലുള്ള ബിന്നിൽ, അതായത് നമ്മൾ റീയൂസ് ചെയ്യുന്ന ഐറ്റംസ് ഫുള്ളാണ്. അതിന് ഉദാഹരണമായിട്ടുള്ളത് നമ്മളുടെ പേപ്പർ, ബൈൻഡ് കൂടുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളായിട്ടുള്ള റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ എല്ലാമാണ്. അങ്ങനത്തെ ഐറ്റംസാണ് റീസൈക്കിളിൽ വരുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ വരുന്ന ഈ വാഹനത്തിൽ നിങ്ങൾ കാണുന്നത്. നമ്മളുടെ ചാനൽ ഒത്തിരി സപ്പോർട്ടും ഫോളോവേഴ്സും ഒന്നുമില്ല, എങ്കിലും ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇത് നമ്മളുടെ കേരളത്തിലും വർക്കൗട്ട് ആകുമോ? സ്റ്റേറ്റ് തലത്തിലോ ഡിസ്ട്രിക്ട് തലത്തിലോ മുനിസിപ്പാലിറ്റി, ഈവൻ നമ്മുടെ പഞ്ചായത്ത് തലത്തിലെങ്കിലും ഇങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെ ഇതുപോലെ ഒരു സാധനം പ്രാവർത്തികമാക്കാനായിട്ട് ഏതെങ്കിലും നേതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ അധികാരികൾക്കോ സാധിക്കുമോ? നമ്മൾക്കറിയാം, നമ്മുടെ സർക്കാർ ഹരിത കർമ്മസേനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എഫക്റ്റ് എത്രത്തോളം നമ്മുടെ നാടിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾക്ക് ഡൗട്ടാണ്. എന്നാൽ ഇതുപോലെയുള്ള കാര്യം വരികയാണെങ്കിൽ ഇത് പ്രാക്ടിക്കലി ഈസിയും ആയിരിക്കും, ആക്സസിബിളും ആയിരിക്കും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗ്യാല കോക്കട്ടൈസും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ കോക്കട്ടൈസും. ഓസ്ട്രേലിയ ഇത് വളരെ സുലഭമാണ്. നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും ഇവരെ നമ്മൾക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും ഇങ്ങനെ എല്ലാ പറമ്പുകളിലൂടെ വിഹരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ഇങ്ങനെ ഓരോ കളകളുടെ ഇടയിലുള്ള വിത്തുകളും അതെല്ലാം കൊത്തിപ്പറിച്ച് ഇവരെവിടെ നോക്കിയാലും ഇവിടെ ഒച്ചയും എടുത്തുകൊണ്ട് ഇവരെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ വാഹനം അപ്പുറത്തെ സൈഡിൽ പോയി എല്ലാ മുക്കിലും മൂലയിലും, നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ എല്ലാ മുക്കിലെയും മൂലയിലെയും റീസൈക്കിൾ ബിൻ കളക്ട് ചെയ്തുകൊണ്ട് അവർ തിരിച്ച് നമ്മുടെ വീടിന് മുൻപിൽ വീണ്ടും എത്തുകയാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അവിടെ ഇരുന്ന് രണ്ട് പേര് കൺട്രോൾ ചെയ്യുന്നത്. അവർ ആ വാഹനത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയുള്ളൂ. അവരതിൽ നിന്ന് പുറത്തിറങ്ങി വരികയോ ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ ഉള്ളിലിരുന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ 3 കളറാണ് ബേസിക്കലി നമ്മുടെ യാരിയാമ്പായ് ബ്ലോക്കിൽ ഇവിടെ ഉള്ളത്. അതായത് റെഡ്, പർപ്പിൾ, യെല്ലോ. റെഡ് കളറിൽ ജനറൽ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് എല്ലാം പോകും. അതുപോലെ തന്നെ നമ്മുടെ പർപ്പിൾ കളറിലുള്ളത് ഗ്ലാസ് ഐറ്റംസ് എല്ലാമാണ് പർപ്പിളിൽ വരുന്നത്. ഗ്ലാസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാമാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ ഈ വിയർ ഇങ്ങനത്തെ ഐറ്റംസ് ഫുൾ പർപ്പിളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ളതാണ് യെല്ലോയിൽ ഓൾ റീസൈക്കിൾ ഐറ്റംസ് ആണ് വരുന്നത്. അങ്ങനെ 3ആയിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് വേസ്റ്റ് ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നത്. ഈ കാണുന്ന മരത്തിന് വേറെ പേരുകളുണ്ട്, എന്നാലും ഈ പൂ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ ടോയ്ലറ്റ് ക്ലീനർ അല്ലെങ്കിൽ ടോയ്ലറ്റ് ബ്രഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഇവിടെ കളിയാക്കി വിളിക്കാറുണ്ട്. കാരണം ടോയ്ലറ്റ് ബ്രഷിൻ്റേത് അല്ലെങ്കിൽ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷിൻ്റെ മോഡലാണ് അതിൻ്റെ പൂ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത സ്ട്രീറ്റിൽ കയറി ഇറങ്ങിയിട്ട് വാഹനം അത് വീണ്ടും വന്നിട്ട് അടുത്ത് കളക്ട് ചെയ്ത് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇത് യാരിയാമ്പായ് ബ്ലോക്കിലാണ് ഇങ്ങനെ 3 കളറുള്ളത്. ഇത് വിക്ടോറിയയിലെ പല സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ പല സ്റ്റേറ്റിലും വിക്ടോറിയയിലെ പല കൗൺസിലിലും ഇതിന് വ്യത്യാസമുണ്ട്. സിറ്റിയിലോട്ട് പോകും തോറും ഇങ്ങനെ ആയിരിക്കില്ല ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇത് റൂറൽ ഏരിയ ആണ്. ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യരുത്. ഇത് ഈ യാരിയാമ്പായ് ബ്ലോക്ക് കൗൺസിലിലെ റൂറൽ ഏരിയയിൽ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയയും അല്ല അതിൻ്റെ കളർ കോഡുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്യുവൽ ആൾക്കാരാണ് അതിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേസ്റ്റ് ബിൻ മറിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ആ മറിഞ്ഞ് കിടക്കുന്ന വേസ്റ്റ് ബിന്നാണ് അവർ ഇറങ്ങാതെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ അതിലിരുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അവരെടുത്ത് വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ബുഷ് ഫയറൊക്കെ വരുന്ന കാര്യം ഇവിടുത്തെ ടെമ്പറേച്ചർ റേസായ കാര്യങ്ങളൊക്കെ ഈയിടെ ന്യൂസിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവിടെ നമ്മുടെ കൗൺസിലിൽ നിന്നെല്ലാം നമ്മൾക്ക് ഓർഡർ വരും. നമ്മളുടെയൊക്കെ ഇവിടെ എവിടെയെങ്കിലും പുല്ല് ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര ഹൈറ്റിന് മുകളിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് ഹ്യൂജ് പെനാൽറ്റിയും ഫൈനും ഒക്കെ വരാനായിട്ടും അവർ ലീഗലി ആക്ഷൻ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഓർഡർ കിട്ടുന്ന സമയത്തും കിട്ടിക്കഴിഞ്ഞൊക്കെ ആൾക്കാർ വന്ന് ലോൺ റിമൂവർ വെച്ച് ലോണുകളെല്ലാം റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ എല്ലാ മൺഡേയ്സിലുമാണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അതായത് റീസൈക്കിൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന എല്ലാ ഓൾട്ടർനേറ്റ് മൺഡേയ്സിലും ജനറൽ വേസ്റ്റ് എല്ലാ വീക്കിലി എല്ലാ മൺഡേയ്സിലുമാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സൺഡേ ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ്ങോട് കൂടി തന്നെ എല്ലാവരും അവരവരുടെ ബിന്ന് അതായത് പൊസിഷനിൽ അവിടെ കൊണ്ടുപോയി വെക്കും. അതായത് നമ്മൾക്കറിയാം നമ്മളുടെ റോഡിൽ നിന്ന് 1 മീറ്റർ മാറ്റി റോഡിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ബിൻ സ്ഥാപിക്കാറുള്ളത്. ഇത് ഓസ്ട്രേലിയയിലുള്ള എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതായിരിക്കും. ഞാൻ അറിയാൻ മേലാത്തവർക്കും മറ്റെവിടെയെങ്കിലും നിന്ന് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കിളിയുടെ പേരാണ് മാക്പൈ. ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ കാക്കയായിട്ട് ചെറിയൊരു സാദൃശ്യമുണ്ട്. അതിൽ വെള്ള കളറിലുള്ള വ്യത്യാസമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷേ ഇത് സെയിം ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ പ്രവൃത്തികൾ സെയിമാണ്. നാട്ടിലെ കാക്കയും ക്ലീനിങ് ആണെന്ന് പറഞ്ഞ പോലെ ഇവരും രാവിലെ ആകുമ്പോൾ മറ്റു കിളികളുടെ എല്ലാം കൂടെ വന്നുകൊണ്ട് ക്ലീനിങ്ങിൽ ഏർപ്പെടും. ഉള്ള ചെറിയ ജീവികളെയും പ്രാണികളെയും വേസ്റ്റും എല്ലാം കൊത്തിത്തിന്ന് അവരവിടെ ഇരിക്കും. അങ്ങനെ റീസൈക്കിൾ വേസ്റ്റുകാർ വന്ന് നമ്മളുടെ ഈ സ്ട്രീറ്റിലെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയപ്പോൾ തന്നെ അവരുടെ പുറകെ ജനറൽ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് അടുത്ത വണ്ടി വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതെന്നാൽ ഡ്യുവൽ ക്യാബിനല്ല, ഇത് സിംഗിൾ ക്യാബിൻ തന്നെയാണ്. ഒരാൾ തന്നെ ആ വാഹനം ഓടിച്ച് അയാൾ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്ത് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത്. ഇതിലും വലിയ വാഹനങ്ങളുണ്ട് ഡ്യുവൽ ക്യാബിൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് സിംഗിൾ ഓപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആ വാഹനത്തിൽ നിന്ന് പുക പോലെ പോകുന്നത് കാണുന്നത് തീയോ പുകയോ ഒന്നുമല്ല. ഇവിടെ നമ്മൾക്കറിയാം തണുപ്പുള്ള സമയത്ത് ആളുകൾ ഉഡൻ ഹീറ്ററിൽ വുഡ് വെച്ച് തീയിട്ടിട്ട് റൂം ഹീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പുകയും ആഷിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ജനറൽ വേസ്റ്റ് ഇടുമ്പോൾ അത് അതിലിട്ടിട്ട് പുകയായിട്ട് കാറ്റ് കാരണം പറന്നു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ റീസൈക്കിൾ വേസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണാം അതിൽ 2 പേരിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ വാഹനത്തിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഒരാളിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതും. അതാണ് ഡ്യുവലും സിംഗിളും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ വീക്കിൽ ഇവരിവിടെ വന്നപ്പോഴത്തേക്ക് ഇവരോട് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തോട്ടെ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അവർ ഭയങ്കര ഗ്ലാഡായിരുന്നു. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, അപ്ലോഡ് ചെയ്യാം. അതിന് അവർ പെർമിഷൻ തന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവരോട് ചോദിച്ച് കഴിഞ്ഞ ആഴ്ച തന്നെ പെർമിഷൻ എടുത്ത് നമ്മൾ ടൈമെല്ലാം വെച്ച് സെറ്റായി നിന്നുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതും വേറെ ഒരു ടൈപ്പ് കോക്കട്ടോസ് ആണ്. ഇതിനെ പറയുന്നത് ഗല കോക്കട്ടോസ് എന്നാണ്. അതുപോലെ തന്നെ ചിലർ ഇതിനെ മന്ദബുദ്ധി എന്നും എന്നാണ് അങ്ങനെയുള്ള രീതിയിലും ഈ കോക്കട്ടോസിനെ വിളിക്കാറുണ്ട്. അതായത് പക്ഷികളിലെ മന്ദബുദ്ധി എന്നുള്ള രീതിയിൽ ഇവർ അറിയപ്പെടാറുണ്ട്.
മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ലോൺ റിമൂവർ വെച്ച് അവരവിടുത്തെ പണി കഴിഞ്ഞു. പണിയാനായിട്ട് വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആ ഏരിയ ഫുൾ അവർ കംപ്ലീറ്റ് ആക്കി അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മളെ നാച്ചുറൽ വൃത്തിക്കാർ മാക്പൈ അവരവിടെ ഇരുന്നുള്ള പ്രാണികളെയും ഇതിനെയെല്ലാം തിന്ന് അവരും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട്. പ്രാണികളെയൊക്കെ ഭക്ഷിച്ചതിന് ശേഷം ലൈൻ കമ്പിയിലിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അവരെ കാണുമ്പോഴത്തേക്കറിയാം അവരുടെ തൂവലുകളെല്ലാം പറക്കുന്നത്. ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. അപ്പോൾ ആ കാറ്റിൽ അവരിയ്ക്കുമ്പോഴത്തേക്ക് കാറ്റത്ത് അവരുടെ തൂവലുകളൊക്കെ പറക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ വാഹനവും വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രീറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവുന്ന സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ആളുകൾ വന്ന് വേസ്റ്റ് ബിൻ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറേ വേസ്റ്റ് ബിൻ അവിടെ തന്നെ ലീവ് ചെയ്ത് വൈകുന്നേരമോ മറ്റു ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അവർ വന്ന് എടുത്തുകൊണ്ട് പോകാറുള്ളത്. അങ്ങനെ ഇതാണ് മൺഡേയിൽ ഇവിടുത്തെ മെയിൻ ഒരു പ്രോഗ്രാം അല്ല, ഒരു കാഴ്ചയാണ്. പക്ഷികളുടെ കളകളനാദവും വേസ്റ്റ് ഡിസ്പോസിബിളും വേസ്റ്റ് മാനേജ്മെൻറ്റും ആളുകൾ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു സീനും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സീനും അങ്ങനെ ഫുൾ ബിസിയാണ്. നമ്മളും നമ്മളുടെ ഡസ്റ്റ്ബിൻ എടുത്തുകൊണ്ട് നമ്മൾ ബാക്ക് ടു വന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ